അപ്പോൾ നോക്കിയേ, നമുക്ക് പോളിനോമിയൽസിൽ നമ്മൾ ഇവിടെ പറഞ്ഞു സീറോസ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റയാണ്. ഈ ആൽഫ ഇതിൻ്റെ ഒരു റിലേഷനാണ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a, ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ c/a. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ വെരിഫൈ ചെയ്ത് നോക്കാം. 4x² - 4x + 1. 4x² - 4x + 1. ആ ക്വസ്റ്റ്യനിൽ എങ്ങനെ വരും? ഇവിടെ നമ്മൾ സീറോസ് നേരത്തെ ഫൈൻഡ് ചെയ്തു. ആൽഫ ഈക്വൽ ടു 1/2, ബീറ്റ ഈക്വൽ ടു 1/2 അല്ലേ? അപ്പോൾ നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സം ഓഫ് സീറോസ് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു, ഇവിടെ ആൽഫ എത്രയാ? 1/2. ബീറ്റ എത്രയാ? 1/2. 1/2 + 1/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഹാഫ് പ്ലസ് ഹാഫ് 1 അല്ലേ? ഓക്കെ, ഇനി നോക്കിയേ, നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. -b/a എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു മൈനസ് ഇട്ടു. ഇനി ബി എഴുതാം. ബി എന്താണ് ഇവിടെ? -4 അല്ലേ? -4 എഴുതി. ഡിവൈഡഡ് ബൈ എ എന്താണ്? 4 മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി. അപ്പോൾ 4/4 = 1 തന്നെയല്ലേ? നോക്കിയേ, ഇത് രണ്ടും ഈക്വൽ ആയില്ലേ? അപ്പോൾ നമുക്കത് വെരിഫിക്കേഷൻ കറക്റ്റ് ആയില്ലേ? സോ ഇറ്റ് ഈസ് വെരിഫൈഡ് ദാറ്റ് -b/a = ആൽഫ പ്ലസ് ബീറ്റ. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ -b/a വെച്ച് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വെരിഫിക്കേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് c/a ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, അതൊന്ന് വെരിഫൈ ചെയ്യാം. വേറൊരു റിലേഷൻഷിപ്പ് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോവാണ്. ആൽഫ ബീറ്റ പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. ആൽഫ എന്താണ്? 1/2, ബീറ്റ 1/2. 1/2 × 1/2 എന്ത് വരും? 1/4. കറക്റ്റ് അല്ലേ? ഇനി c/a ഒന്ന് ചെയ്ത് നോക്കിയേ. സി എന്താണ്? c/a. സി എന്ന് പറഞ്ഞാൽ 1/4. എ എന്ന് പറഞ്ഞാൽ 4. 1/4 ഈക്വൽ അല്ലേ? ഉണ്ടോ? ഇത് രണ്ടും ഈക്വലാണ്. അതായത് നമുക്ക് ഈ പോളിനോമിയലിനെ ഈ ആൽഫ പ്ലസ് ബീറ്റ വെച്ചിട്ട് നമുക്ക് എഴുതാം. x² - ആൽഫ പ്ലസ് ബീറ്റ x പ്ലസ് ആൽഫ ബീറ്റ എന്ന് എഴുതാം. നമുക്കിപ്പോൾ പോളിനോമിയലിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് സീറോസ് തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ് സം ഓഫ് സീറോസ് 2, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാം? ഈ പോളിനോമിയൽ x² - സം ഓഫ് സീറോസ് 2 അല്ല, 2 ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. 2x പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് നമുക്ക് 3 എന്നും ഡയറക്റ്റ് കൊടുക്കാം. ഇങ്ങനെ നമുക്കൊരു പോളിനോമിയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും വെച്ചിട്ട്. ഇത്രയും പോർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ ഏകദേശം സെറ്റാകും.